നമസ്കാരം. കഴിഞ്ഞ ദിവസം ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടിയുമായി ഇസ്രായേൽ സൈന്യം. റഫായിൽ അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. ഹമാസിൻ്റെ 2 കമാൻഡർമാരെ തങ്ങൾ വധിച്ചു എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത്. അതേസമയം ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ 35ഓളം സാധാരണക്കാരായ പൗരന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഹമാസ് ആരോപിക്കുന്നത്. നിരപരാധികളായ ആളുകൾ താമസിച്ചിരുന്ന ഭാഗത്തേക്കാണ് ഇസ്രായേലിൻ്റെ മിസൈലുകൾ വന്ന് പതിച്ചതെന്നും 35 പേർ മരിച്ചു എന്നാണ് പ്രാഥമിക റിപ്പോർട്ടെങ്കിലും ഇതിൽ കൂടുതൽ പേർ കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് തങ്ങളുടെ കണക്ക് എന്നുമാണ് ഇപ്പോൾ ഹമാസ് വ്യക്തമാക്കുന്നത്. ഏതായാലും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് അമേരിക്കയും വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ അമേരിക്ക ഇസ്രായേലിനോട് ജനവാസ മേഖലകൾ, അതായത് അഭയാർത്ഥികളും മറ്റും താമസിക്കുന്ന മേഖലകളിൽ ഇത്തരത്തിൽ വ്യോമാക്രമണം നടത്തരുത് അല്ലെങ്കിൽ റോക്കറ്റ് ആക്രമണം നടത്തരുത് എന്ന് കർശന നിർദ്ദേശം നൽകിയിരുന്നു. കരയാക്രമണം മാത്രമാണ് ചെയ്യേണ്ടത് എന്നാണ് അമേരിക്ക നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇസ്രായേലാകട്ടെ തങ്ങൾക്ക് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകാൻ തീരുമാനിച്ചു തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തിയത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇസ്രായേൽ സൈന്യം ഇക്കാര്യത്തിൽ ഇനിയും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. സംഭവം അന്വേഷിച്ച് വരികയാണ് എന്നാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ പറയുന്നത്. അതേസമയം മധ്യഗാസയിൽ ഇസ്രായേൽ നടത്തിയ തിരിച്ചടിയിൽ 2 കമാൻഡർമാർ ഹമാസിൻ്റെ കൊല്ലപ്പെട്ടു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവർ 2 പേരും നിരവധി ആക്രമണ കേസുകളിലെ പ്രധാനപ്പെട്ട സൂത്രധാരന്മാരാണ്. നേരിട്ട് തന്നെ പലപ്പോഴും സൈനികരെയും മറ്റും ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് ഈ കൊല്ലപ്പെട്ടത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് കമാൻഡർമാർ ഇവരാണ്: യാസിൻ റബിയ, മറ്റേയാൾ ഖാലിദ് നജാർ. ഹമാസിൻ്റെ വെസ്റ്റ് ബാങ്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട തീവ്രവാദ നേതാക്കൾ ഒരാളാണ് റാബിയ. നിരവധി ആക്രമണങ്ങളിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും സാധാരണക്കാരായ പൗരന്മാരെ വധിച്ച ഉൾപ്പെടെയുള്ള കേസുകൾ ഇയാളുടെ പേരിലുണ്ട് എന്നുമാണ് ഇപ്പോൾ ഇസ്രായേൽ ആരോപിക്കുന്നത്. 2001-2002 വർഷങ്ങളിൽ പല ഇസ്രായേൽ സൈനികരെയും വധിച്ചതിൽ മുഖ്യ സൂത്രധാരനായിരുന്നു ഇയാൾ എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം നജാർ ആകട്ടെ വെസ്റ്റ് ബാങ്കിൽ നടന്ന പല വെടിവെപ്പുകൾക്കും നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണെന്നും സാധാരണക്കാരായ നിരവധി പൗരന്മാരെ ഇയാൾ വധിച്ചിട്ടുണ്ട് എന്നുമാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ഇസ്രായേലിന് നേർക്ക് ഹമാസ് തീവ്രവാദികൾ കഴിഞ്ഞ ദിവസം 8ഓളം മിസൈലുകളാണ് പ്രയോഗിച്ചത്. ഇവയിൽ പലതും ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം തകർത്തിരുന്നു. അതേസമയം ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ഈ ഒരു മിസൈൽ ആക്രമണത്തിൽ നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. 2 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതായും വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ 35 പേരിലധികം കൊല്ലപ്പെട്ടു എന്നുള്ള ഹമാസിൻ്റെ ആരോപണം ശരിവെക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിന് കൂടുതൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. കാരണം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനവാസ മേഖലകളിൽ ഇത്തരത്തിൽ വ്യോമാക്രമണം അല്ലെങ്കിൽ മിസൈൽ ആക്രമണം നടത്തരുത് എന്ന് കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുമെന്ന് ഭയന്നാണ് അമേരിക്ക ഇസ്രായേലിന് വിതരണം ചെയ്യാം എന്ന് ഏറ്റിരുന്ന അതീവ മാരക ശേഷിയുള്ള പ്രഹരശേഷിയുള്ള മിസൈലുകൾ തൽക്കാലത്തേക്ക് ഇസ്രായേലിലേക്ക് അയക്കേണ്ട എന്നും തീരുമാനിച്ചത്.